എടാ, യക്ഷിയും പ്രേതവും ഇല്ലെന്ന് വെറുതെ പറയുന്നതാ. സംഭവം ഉണ്ട്. മരിച്ചവർ ആത്മാക്കള് എങ്ങും പോത്തില്ല, ഇവിടെ തന്നെ കാണും. എടാ, നീ ബ്ലാക്ക് മാസ് കേട്ടിട്ടുണ്ടോ? എടാ, ആർക്കാ അറിയാത്തെ? നമ്മള് കൊറോണ സമയത്തൊക്കെ കെട്ടാറില്ലായിരുന്നു. ബ്ലാക്കിനെക്കാട്ടി നല്ലത് ബ്ലൂ ആ. എടാ പൊട്ട, അത് മാസ്ക്, ഇത് മാസ്. ബ്ലാക്ക് മാസ് പ്രേതങ്ങളെ വിളിച്ചു വരുത്തുന്ന പരിപാടിയാ. നീ ഇല്ലുമിനാറ്റി കേട്ടിട്ടുണ്ടോ? എനിക്കറിയാം, ലൂസിഫറിലെ ലാലേട്ടൻ ഇല്ലുമിനാറ്റി അല്ലയോ? അവൻ ഇത്രയെങ്കിലും അറിയാം. എടാ, ഈ ആത്മാക്കളെയൊക്കെ വിളിച്ചു വരുത്താൻ പറ്റും. എന്തോത്തിനാടാ? എടാ, നമുക്ക് ഏതെങ്കിലും ആത്മാവിനെ വിളിച്ചു വരുത്താം, എന്നിട്ട് ഓണ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്താം. അതാവുമ്പോ ആരും അറിയത്തില്ല. എടാ, നമുക്ക് പരീക്ഷയ്ക്ക് സ്കൂളിലും ട്യൂഷനിലും ഫുള്ള് മാർക്ക് മേടിക്കാം. എന്തോ പറയുന്നു? എടാ, അതിന് ഈ ആത്മാവിനെ എങ്ങനെ വിളിക്കും? അതിനെന്റെ ഒരു സംഭവം ഉണ്ട്. എന്തുവാടാ? ഓജോ ബോർഡ്. ഇതാണ് ഓജോ ബോർഡ്. ഇത് നമ്മൾ റൂമിൽ കൊണ്ടുവച്ചിട്ട് ജനലും കഥവും എല്ലാം അടച്ചിരിട്ടാക്കണം. എന്നിട്ട് ഒരു മെഴുകുതിരി കത്തിക്കണം. എന്നിട്ട് ഇതിന്റെ വെള്ളം ഒരു കോയിൻ വെക്കണം. എന്നിട്ട് എല്ലാരും വിരള് വെക്കണം. എന്നിട്ട് നമ്മൾ കമോൺ പുഷ്പി, അത് വേണ്ട, ആത്മാവേ വാ ആത്മാവേ വാ എന്ന് പറയണം. ആത്മാവ് വരുമ്പോ കോയിൻ അനുഭവം. ചോദിക്കാനുള്ള എല്ലാം ചോദിച്ചോണേ, ഇറങ്ങി ഓടരുത്. ആത്മാവ് പോത്തില്ലേ, പിന്നെ പണിയാവേ. ഇനി ആരും മിണ്ടരുത്. കോയിന് വിരൽ വെച്ച് ആത്മാവേ വാ ആത്മാവേ വാ എന്ന് പറ. ആത്മാവേ വാ ആത്മാവേ വാ ആത്മാവേ വാ ആത്മാവേ വാ ആത്മാവേ വാ ആത്മാവേ വാ ആത്മാവേ വാ. എടാ, വന്ന് ഇക്കാര്യം ചോദിക്കേ. ആരും കൈയെടുക്കല്ലേ. അതെ, ഞങ്ങൾക്ക് ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ കിട്ടണം, അതിനാ വിളിച്ചത്. നീ ചോദിക്കേ, ആരാന്ന് പേര് ചോദിക്കാം. പേരെന്താ? എടാ, തമ്പി സാറ്, നമ്മുടെ പഴയ ക്ലാസ് ടീച്ചറ്. ഇങ്ങേരാന്നോ വന്ന്? നമ്മുടെ പ്ലാൻ മൊത്തം പൊളിക്കും. പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു വിട്ടില്ലേ പണിയാവേ. ഇങ്ങനെ കൊണ്ട് പണ്ടും പണിയാ, ഇപ്പോഴും പണിയാ. തമ്പി സാർ എന്നാ പൊക്കോ, ഞങ്ങള് വെറുതെ വിളിച്ചതായിരുന്നു. നീയൊക്കെ ഉഡായിപ്പ് കാണിച്ച് ജയിക്കാൻ നോക്കാതെ മര്യാദയ്ക്ക് പോയി പഠിക്കടാ. ഞാൻ പോകത്തില്ല. നിന്റെയൊക്കെ കൂടെ കാണും.